ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. അപ്പോൾ എനിക്കതുകൊണ്ട് എൻ്റെ എന്താ പറയുക, ഉള്ളിൽ തോന്നിയ പല കാര്യങ്ങളും പറയാനോ എക്സ്പ്രസ് ചെയ്യാനോ ചെയ്യാനോ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എന്തുകൊണ്ട് ഞാൻ ഇൻട്രോവേർട്ടായി എന്ന് ചോദിച്ചാൽ, കർത്താവ് എന്നെ ഇൻട്രോവേർട്ടായിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്തതാണ്. എന്നെ അന്ന് വലിയ സ്മാർട്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് എന്നെ കിട്ടില്ലായിരുന്നു. അതാണ് പോയിൻറ്റ്. പുള്ളിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്തു? സ്മാർട്ടാക്കി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചില കുസൃതികൾ കർത്താവ് കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അമ്മച്ചി, എനിക്ക് ചെറുപ്പം തോന്നി അമ്മച്ചി ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല അമ്മയായിരുന്നു, വട്ടായി പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ ആ വട്ട് നന്നായി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ നിർബന്ധിച്ച് പോട്ട ആശ്രമത്തിൽ മുടങ്ങാതെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അവിടുത്തെ ഒരു പ്രാർത്ഥന ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാൻ തിരിച്ചു വരുന്ന മൈക്ക് പോലെ ഇങ്ങനെ കമ്പും കഷ്ണങ്ങൾ ചെത്തി ഇവിടെ കയറൊക്കെ കെട്ടിത്തൂക്കി ഞാൻ ചുമ്മാ സംസാരിക്കുക, ഹല്ലേലൂയ യേശു അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ചില അച്ഛന്മാർ പ്രസംഗിക്കുന്നു, പാടുന്നത് ഇങ്ങനെ കൊള്ളാലോ, ഇതെങ്ങനെ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം. ഇപ്പോൾ ഒരാൾ സെമിനാരി ചേരുമ്പോൾ പൂർണ്ണമായൊരു ഉത്തരവൊന്നും കയ്യിലില്ല. ഒന്നാമത്തെ ചോദ്യം പ്രലോഭനങ്ങളുണ്ടോ എന്നുള്ളതാണ്. അത് ഉറപ്പായിട്ടും യെസ്. അത് ഒരാൾ പറഞ്ഞ നുണയാണ് പറയുന്നത്. എനിക്ക് ഒരു പോസിറ്റീവ് കാര്യം ഇതാണ്, സെമിനാരി സമയത്ത് തന്നെ എൻ്റെ വിളി ഇതാണെന്ന് എനിക്കൊരു ഉറപ്പ് എവിടെ ഒരു മൊമെൻറ്റ് കിട്ടിയിരുന്നു. ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മുടെ കർത്താവിനോട് ചോദിക്കുമായിരുന്നു, ഈ ഉത്തരം തരണം, എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് പറയുമായിരുന്നു. സോ ഒരു സമയത്ത് അച്ഛനാകണതിന് മുമ്പ് എൻ്റെ വിളി ഇതാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ വീടിൻ്റെ നേരെ മുന്നിൽ ഒരു പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് എന്നെ എടുത്തുകൊണ്ട് പള്ളിയിൽ പോകുന്ന സമയം മുതൽ അമ്മ എന്നെ പള്ളിയിൽ കൊണ്ടുപോകും. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും രാവിലെ കുർബാന കാണുന്നവരാണ്. അതിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണെങ്കിലും എൻ്റെ ഡിഗ്രി PG പരീക്ഷകൾക്കാണെങ്കിലും കുർബാന കഴിഞ്ഞിട്ടാണ് ഞാൻ വേറെ എന്തും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നു വന്ന ആളാണ് ഞാൻ. അപ്പം കോവിഡൊക്കെ വന്നതോടുകൂടി ഒരുപാട് ഓൺലൈനിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോൾ അന്ന് മുതലായിരിക്കും എൻ്റെ അമ്മ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് വന്നാലും പിന്നീട് ഒരു ദിവസത്തിൻ്റെ ഒരുപാട് സമയവും യൂട്യൂബിൽ പല പല പ്രാർത്ഥനകളും പല പല പാട്ടുകളും വെക്കുന്ന ഒരാളാണ്. അമ്മ അത്യാവശ്യം പാടും. അതുകൊണ്ട് തന്നെ പാട്ടുകളോട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കാലാകാലങ്ങളായി ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ചില പാട്ടുകൾ, അത് ആരുടെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, പക്ഷേ ഞാൻ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. അത് ബിനോജ് മുളവരിക്കൽ അച്ഛൻ്റെ പാട്ടുകളാണെന്ന് ഞാൻ റീസെൻ്റ്ലിയാണ് അറിഞ്ഞത്. അമ്മ എന്നോട് എടുത്തു പറഞ്ഞപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന പാട്ടുകൾ. ആ അച്ഛനെയാണ് ഇന്ന് നമുക്ക് കൂടെ കിട്ടിയിരിക്കുന്നത്. അച്ഛാ സ്വാഗതം. താങ്ക് യു. അച്ഛാ, ഞാനീ പറഞ്ഞ പോലെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ടുകൾ ഇപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ തന്നെ എനിക്ക് ചില കുർബാനകളുടെ സമയത്ത് നമുക്കറിയാമല്ലോ, ഞായറാഴ്ച ഇന്ന പാട്ടുകൾ മാറി മാറി വരും. അപ്പോൾ ആ പാട്ടുകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ടിന് ഒരു ഭക്തി കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അച്ഛൻ ഒരുപാട് പാട്ടുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. ആ ഒരു തോന്നൽ, ഒത്തിരി പേരും പാടുമെങ്കിലും എഴുതണമെന്നോ അല്ലെങ്കിൽ പാടണമെന്നോ ഒന്നും അത് സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ആ തോട്ട് അച്ഛൻ്റെ മനസ്സിലേക്ക് എപ്പോഴാണ് വന്നത്? ഇങ്ങനൊരു തോട്ട് മനസ്സിലേക്ക് വന്നതല്ല, തന്നെ പാടിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചാലും നമുക്ക് പാടാൻ പറ്റണമെന്നില്ലല്ലോ. ചെറുപ്പത്തിൽ എനിക്ക് പാട്ട് വളരെ ഇഷ്ടമായിരുന്നു. പാട്ടുകൾ ഒത്തിരി കേൾക്കുമായിരുന്നു. എൻ്റെ വീട്ടിലെ ചെറുപ്പത്തിൽ റേഡിയോ ഇല്ലായിരുന്നു. റേഡിയോ കംപ്ലൈൻ്റ് ആയിരുന്നു പലപ്പോഴും. ടേപ്പ് റെക്കോർഡറും വീട്ടിലില്ലായിരുന്നു. അപ്പം ഞാൻ അയൽവക്കത്തെ വീട്ടിൽ സ്ഥിരമായി വൈകുന്നേരം പോയിക്കൊണ്ടിരുന്നത് ടേപ്പ് റെക്കോർഡറിൽ പാട്ട് കേൾക്കാനാണ്. ആ വീട്ടിൽ 4 ആൺമക്കളാണ്. മൂത്ത ചേട്ടൻ കല്യാണം കഴിക്കാൻ തീരുമാനം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്, ആ ചേച്ചിയോട് പറഞ്ഞേക്കണം ഒരു പയ്യൻ പാട്ട് കേൾക്കാൻ വരും, അത് മുടക്കരുതെന്ന്. അത്രയും പാട്ട് ഇഷ്ടമായിരുന്നു. പാട്ട് എഴുതും, ഇങ്ങനെ എന്ന് വെച്ചാൽ കേട്ട് പഠിക്കുമായിരുന്നു. പാടാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമില്ലായിരുന്നു. എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയറുള്ള ഒരാളായിരുന്നു. ഞാൻ പല ക്ലാസ്സുകളിലും ക്ലാസ് ലീഡറായിരുന്നു. ക്ലാസ് ലീഡറാണ് പ്രതിജ്ഞ വായിക്കേണ്ടത്. മിക്കവാറും അത് വായിച്ച് എൻ്റെ പണി തീരും എന്നുള്ളത് കൊണ്ട് ഞാനന്ന് പനിയാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു. കാരണം ഞാനുണ്ടായിട്ടുണ്ട് ഭാരതത്തിൻ്റെ കാര്യം നോക്കാൻ. അതുകൊണ്ട് അങ്ങനെ അത്രയും പേടിയായിരുന്നു. പാട്ട് പാടാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരിക്കൽ പോലും പാടാൻ ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചതെല്ലാം പാളിപ്പോയിട്ടുണ്ട്. പക്ഷേ സെമിനാരി ചേർന്നു, അപ്പോഴും പാട്ടില്ല. ഇൻസ്ട്രുമെൻറ്റ്സ് കീബോർഡ് ഞാൻ പഠിക്കാൻ തുടങ്ങി. പിന്നീട് വയലിൻ പഠിച്ചു. 17ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ പാട്ട് വരുന്നത്. അന്നോട്ട് ഇങ്ങനെ പാട്ടുകൾ തന്നെ ഉണ്ടാകുന്നതാണ്, ഞാൻ ഉണ്ടാക്കുന്നതല്ല. ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് പാട്ട് വരും. ഒരു തോട്ട് മനസ്സിൽ വന്നാൽ വെറുതെ മൂളിപ്പാട്ട് പാടുന്നത് പലതും പുതിയ പാട്ടുകളാണ്. മൂളിപ്പാട്ട് പാടുന്നതുകൊണ്ട് പേടിയാണ്. ഫോണിൽ റെക്കോർഡ്, എൻ്റെ വോയിസ് റെക്കോർഡറിൽ ഇതുവരെ ഇറങ്ങിയതിനേക്കാൾ കൂടുതൽ ഇറങ്ങാത്ത പാട്ടുകളാണ്. അച്ഛൻ ഈ പറഞ്ഞതിൽ നിന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അച്ഛനിപ്പം സദസ്സുകളിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ യൂത്ത് മിനിസ്ട്രിയിൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അച്ഛനെ പുറത്തുള്ള ഒരാൾ കാണുന്നത് വളരെ കോൺഫിഡൻ്റായ
ചെറുപ്പം മുതൽ കോൺഫിഡൻസ് നിറഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ്. പക്ഷെ അച്ഛനിപ്പോൾ പറയുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നത് ഒരു ഭയത്തിൻ്റെ കാലഘട്ടം, നമുക്ക് ഇഷ്ടമുള്ള പാതയിലൂടെ പോകാനുള്ളൊരു ഭയം, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് എത്തിയെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് ഭയങ്കര പാടാണ് ചില ഫിയേഴ്സ് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ളൊരു കുട്ടിക്ക് എക്സ്ട്രോവേർട്ടഡ് ആവാൻ ആ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ധൈര്യം, പാട്ടുകളിലേക്ക് വരാനുള്ളൊരു ധൈര്യം, അല്ലെങ്കിൽ എൻ്റെ വഴികളിലൂടെ പോകാനുള്ളൊരു ധൈര്യം, അതെവിടെ നിന്നാണ് അച്ഛന് വന്നത്? ഈ ഒരു ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ചില്ലെന്നുള്ളതാണ്. ഈ ആഗ്രഹം ഇങ്ങനെ ആ ഡ്രീമിനെ ഞാൻ ചേസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേൾക്കുന്നവർക്ക് പേടിയുള്ളവരുണ്ടെങ്കിൽ രേണു ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. നമ്മളത് ഉപേക്ഷിക്കരുതെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഒരു സ്വപ്നത്തെ മുറുകെ പിടിച്ച് ഇങ്ങനെ പുറകെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ കീബോർഡൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യും, ഞാൻ തന്നെ ഇരുന്ന് പാടും. അങ്ങനെ പോയിപ്പോൾ ഞാൻ ഒരു ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ഞാനൊരു വർഷം ഉണ്ടായിരുന്നു. റീജൻസി എന്ന് ഞങ്ങൾക്കൊരു സമയമുണ്ട്, ഒരു പ്രായോഗിക പരിശീലന കാലഘട്ടമാണ്. ആ സമയത്ത് നമുക്ക് വേണ്ടി ടെസ്റ്റ് അടിക്കാൻ പറ്റുന്ന സമയമാണ്. വിജയിച്ചില്ലെങ്കിൽ നമുക്ക് ഈ നിങ്ങൾക്ക് കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ ചില ഗുണങ്ങളാണ്. കണ്ണടച്ച് പ്രാർത്ഥിപ്പിക്കാം, ചുമ്മാ സ്തുതിപ്പ് നടത്താം. ഇത് ടെക്നിക്ക് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇപ്പോൾ നമുക്ക് മാറ്റു തീർന്നാലും നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാനൊരു ചാൻസ് ഈ ധ്യാനത്തിനുണ്ട്. അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് കയറാം. എൻ്റെ കൈ വിട്ടാലും ഞാൻ പറയും കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സ്തുതിക്കാം. ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെയല്ല, വൺസ് അപ്പോൺ എ ടൈം അങ്ങനെ തുടങ്ങിയെന്ന്. അതെ. അപ്പോൾ ഈ ധ്യാനകേന്ദ്രം എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടു. അപ്പോൾ ഞാൻ കീബോർഡ് വായിച്ച് പാടാൻ തുടങ്ങുന്നത് അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ പുറകിൽ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. അപ്പോൾ എനിക്കതുകൊണ്ട് എൻ്റെ എന്താ പറയുക, ഉള്ളിൽ തോന്നിയ പല കാര്യങ്ങളും പറയാനോ എക്സ്പ്രസ് ചെയ്യാനോ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എന്തുകൊണ്ട് ഞാൻ ഇൻട്രോവേർട്ടായെന്ന് ചോദിച്ചാൽ, കർത്താവ് എന്നെ ഇൻട്രോവേർട്ടായിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്തതാണ്. എന്നെ അന്ന് വലിയ സ്മാർട്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് എന്നെ കിട്ടില്ലായിരുന്നു. അതാണ് പോയിൻറ്റ്. പുള്ളിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്തു, സ്മാർട്ടാക്കി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചില കുസൃതികൾ കർത്താവ് കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം വളരെ സ്മാർട്ടായിട്ടുള്ള പിള്ളേരെ കുറിച്ച് ചെറുപ്പം തൊട്ട് ഇൻട്രോവേർട്സിന് ആ ഒരു മിഡിലായിട്ടുള്ള പിള്ളേരെ അവനോളം ആയിക്കോളും. പക്ഷേ മിടുക്കന്മാർ വന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ടി എൻജിനീയറിങ് പാതകളും മെഡിസിൻ പാതകളും അവരുടെ അങ്ങനെ നമ്മൾ പേരൻസ് വരയ്ക്കാറുണ്ട്. അപ്പം എന്നാലും നമ്മൾ ദൈവവിളി അത് നമ്മൾ വീട്ടിൽ പറയുന്ന സമയത്ത് എല്ലാ വീട്ടിലും ഒന്നും അത്ര എക്സൈറ്റഡ് ആയിട്ട് ദൈവവിളി വന്നോ മോനെ പോയേക്കാമെന്നല്ല പറയാറ്. പല വീടുകളിലും നീ ആലോചിച്ചോ മോനെ ഇതൊരു പോക്കാണ്, പിന്നെ ഒരു മടങ്ങി വരവില്ല എന്നുള്ള ചിന്ത. പിന്നെ ഒത്തിരിയും വരാൻ സാധ്യതയുണ്ട്. 10 പേര് പോയാലും അച്ഛനറിയാം അതിൽ എത്ര പേര് നിൽക്കുമെന്നുള്ളത്. ആ ഒരു ദൈവവിളിയുടെ സമയം വീട്ടിൽ പറയുമ്പോൾ അത് കഴിഞ്ഞ് പോയ സമയത്ത് അച്ഛൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു? കാരണം ഇതൊരു കരിയർ പാത്ത് പോലെ തന്നെയാണ്. ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന പോലെ അച്ഛൻ പങ്കാളിയെ തിരഞ്ഞെടുത്തത് സഭയെയാണ്, ഈശോയെയാണ്. അപ്പോൾ അത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ അച്ഛന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ എത്ര % കൺവിൻസ്ഡ് ആയിരുന്നു ദിസ് ഇസ് മീ, എൻ്റെ കൂടെ ഈശോയാണ് വേണ്ടതെന്ന്? ഒരു നല്ല ചോദ്യമാണത്. അതായത് സെമിനാരിൽ പോകാൻ ഞാൻ പറഞ്ഞൊരു മൊമെൻ്റൊന്നും ഓർക്കുന്നില്ല. വീട്ടിലൊരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറുള്ള വീടായിരുന്നു എൻ്റേത്. അമ്മച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ചെറുപ്പം തോന്നി അമ്മച്ചി ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല അമ്മയായിരുന്നു, വട്ടായി പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ ആ വട്ട് നന്നായി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ നിർബന്ധിച്ച് പോട്ട ആശ്രമത്തിൽ മുടങ്ങാതെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അവിടുത്തെ ഒരു പ്രാർത്ഥന ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാൻ തിരിച്ചൊരു മൈക്ക് പോലെ ഇങ്ങനെ കമ്പും കഷ്ണങ്ങൾ ചെത്തി ഇവിടെ കയറൊക്കെ കെട്ടിത്തൂക്കി ഞാൻ ചുമ്മാ സംസാരിക്കും, ഹല്ലേലൂയ യേശുവേ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ചില അച്ഛന്മാർ പ്രസംഗിക്കുന്ന പാടുന്നതൊക്കെയാണ് കൊള്ളാലോ, ഇതിങ്ങനെ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം. അപ്പോൾ ഒരാൾ സെമിനാരി ചേരുമ്പോൾ പൂർണ്ണമായൊരു ഉത്തരവൊന്നും കയ്യിലില്ല. എനിക്ക് തോന്നുന്നു മാരേജിലേക്ക് കിടക്കുന്ന ഒരാൾക്കോ പൗരോഹിത്യത്തിലേക്കോ സന്യാസത്തിലേക്ക് കിടക്കുന്ന ഒരാൾ 100% ഗ്യാരണ്ടി ആയിട്ട് കിടക്കാൻ പറ്റില്ല, വർക്കാവില്ല. കുറച്ച് മുന്നോട്ട് പോകാനുള്ള കുറച്ച് കാരണങ്ങളുള്ളപ്പോൾ മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 100% കാരണം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ജീവിതത്തിന് എന്ത് ത്രില്ലാണ് ഉള്ളത്, അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ ഔട്ടായി പിന്നെ പഠിക്കില്ല നമ്മൾ, അത് മാത്രമേ നോക്കുള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായി നന്നായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് മേടിച്ചാണ്. അതല്ലേ. അപ്പം ഈ ഒരു ഡിസിഷനിലേക്ക് നമ്മൾ കടന്നു. ഇപ്പം ഞാൻ അറിയാൻ ആഗ്രഹിച്ചത് അവിടെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഏതൊരു ജീവിതമാർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും പിന്നീടുള്ളത് പ്രലോഭനങ്ങളാണ്. ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അതിപ്പം മാതാപിതാക്കളും മക്കളും തമ്മിലാണെങ്കിലും കല്യാണം കഴിച്ചവർ തമ്മിലാണെങ്കിലും ബന്ധങ്ങൾ വളരെ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ അറിയാതെ എടുത്തു ചാടുന്ന ചില ബന്ധങ്ങൾ, നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അത് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ പൗരോഹിത്യത്തിലേക്കാണെങ്കിലും
ഒരിക്കലും ഒരു പ്രലോഭനം അവിടെ നിന്ന് വരണമെന്നോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല എന്നോ അച്ഛൻ ഒരിക്കലും തോന്നിയില്ല എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. ഞാനിതിനു മുന്നേ സംസാരിച്ച് ഒരുപാട് അച്ഛന്മാരോട് ഇതേ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇൻ്റർവ്യൂസിലെല്ലാം നേരിട്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് പ്രലോഭനങ്ങൾ അത് ഒരു മനുഷ്യനാണെങ്കിൽ മാനുഷികമായി വരുന്നൊരു കാര്യമാണ്. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി അല്ലെങ്കിൽ അതല്ല, അതിനേക്കാളും മേലെയാണ് എൻ്റെ വിളി എന്ന് മനസ്സിലാക്കൽ എന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യം ഞാൻ അച്ഛനോട് ചോദിക്കുക, പോയി കഴിയുന്ന വഴികളിൽ പ്രലോഭനങ്ങൾ, ഇതല്ല എൻ്റെ വഴി, എനിക്കിത് വേണ്ട എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ അച്ഛനെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? ഒന്നാമത്തെ ചോദ്യം പ്രലോഭനങ്ങളുണ്ടോ എന്നുള്ളതാണ്. അത് ഉറപ്പായിട്ടും യെസ്. അത് ഒരാൾ പറഞ്ഞ നുണയാണ് പറയുന്നത്. എനിക്ക് ഒരു പോസിറ്റീവ് കാര്യം ഇതാണ്, സെമിനാരി സമയത്ത് തന്നെ എൻ്റെ വിളി ഇതാണെന്ന് എനിക്കൊരു ഉറപ്പ് എവിടെ ഒരു മൊമെൻറ്റ് കിട്ടിയിരുന്നു. ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മുടെ കർത്താവിനോട് ചോദിക്കുമായിരുന്നു, ഈ ഉത്തരം തരണം, എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് പറയുമായിരുന്നു. സോ ഒരു സമയത്ത് അച്ഛനാകണതിന് മുമ്പ് എൻ്റെ വിളി ഇതാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ കേസ്, വിളി ഉറപ്പായാൽ ട്രാക്ക് കറക്റ്റായി, നമ്മൾ പോണത് അങ്ങോട്ട് തന്നെയാണെന്ന് ഉറപ്പിച്ചു. ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ലൈഫാണെങ്കിൽ നമ്മളൊരു കരിയർ സെറ്റ് ചെയ്തു, പാഷൻ ഇതാന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി പ്രശ്നം പോണ വഴിക്ക് പലരും നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് ഇറക്കാൻ നോക്കൂ എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എപ്പോഴും ഉണ്ട്. ഈ അടുത്ത് എന്നോട് ചെറുപ്പക്കാരിങ്ങനെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛനെനിക്ക് എന്തൊരു സുഖമാണ്, ഉടുപ്പിട്ട് വരുന്നു, പ്രസംഗിക്കുന്നു, പാടുന്നു, പോകുന്നു. ഞാൻ പറഞ്ഞു, ആരാ പറഞ്ഞു എന്നോട് സുഖമാണെന്ന്? ശക്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴയ്ക്ക് കുറുകെ നീന്തിക്കൊണ്ട് ഈ ലോകത്ത് എല്ലാവരും മറ്റുള്ളവരോട് പറയാൻ നീന്തിക്കൊള്ളാൻ. എല്ലാ മോട്ടിവേഷനും ധ്യാന ടൂക്കുകൾ അത്രയേ ഉള്ളൂ. ഈ ലോകത്ത് ഒരാൾ പറയാം ഞാൻ കരക്കിരുന്നുകൊണ്ട് പറയണമെന്ന് പറഞ്ഞ നുണയാണ്. ശക്തമായിട്ട് ഒഴുകുന്ന പുഴയുടെ കുറുകെ, അതിൽ പ്രലോഭനങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇതിനെതിരെ കുറുകെ നീന്തിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് പറയാണ് നീന്തിക്കോ, നീന്തൽ നിർത്തേണ്ട, നീന്തൽ നിർത്തിയാൽ ഒന്നുകിൽ മുങ്ങിപ്പോവും അല്ലെങ്കിൽ ഒഴുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു സ്ട്രഗിൾ ഉണ്ടെന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ അതിൽ എന്നെ പിടിച്ചു നിർത്തുന്നൊരു കാര്യം ചോദിച്ചു. അത് നമുക്കുള്ള ചില നല്ല ബന്ധങ്ങളാണ്. അതിലൊരു ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി മരിച്ചു. പക്ഷെ ഇന്ന് എൻ്റെ അമ്മയെ പോലെ ഞാൻ കാണുന്ന ഒരാളുണ്ട്, സിസിയമ്മ എന്ന് ഞാൻ വിളിക്കുന്ന ഒരാളുണ്ട്. ഞാൻ ഇന്ന് വരുന്നത് അവിടെ നിന്നാണ്, കൊല്ലത്തുനിന്ന് വരുന്നത് അവിടെ നിന്നാണ്. എൻ്റെ സെക്കൻഡ് ഹോമാണത്. സിസിയമ്മ ഒരു ഭയങ്കര ഫാക്ടറാണ് നമ്മുടെ ലൈഫിൽ. നമുക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ വേണമെന്നുള്ളത് ഉറപ്പാണ്. ഒപ്പം നമ്മുടെ മിഷൻ നമ്മൾ തിരിച്ചറിയുകയാണ്. ഞാൻ കഴിഞ്ഞൊരു 15 വർഷമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് പേർക്ക് അത് അനുഗ്രഹമായിട്ടുണ്ട്. അപ്പം അത് നമ്മൾ കളയാൻ പാടില്ല. നമ്മളെ നോക്കി ജീവിക്കുന്നവരുണ്ട്. ഇപ്പം ചില പിള്ളേർ പറയും ബിനോയച്ചൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷമാണ്. അതൊക്കെ നൈസല്ല കേൾക്കാൻ. പിള്ളേരിലേക്കാണ് ഞാൻ അടുത്തതായിട്ട് വരുന്നത്. പേരൻറ്റിങ് ഈസ് ഡിഫിക്കൽട്ട്, വെരി ഡിഫിക്കൽട്ട്. എനിക്കൊരു മോനുണ്ട്, 14 വയസ്സുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു അപ്പോൾ അവനെ കിടന്ന് കരഞ്ഞപ്പോൾ ഇതൊന്ന് നിരങ്ങിയാലും ഓക്കെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നടന്നാലും ഓക്കെയാണ്, മിണ്ടിയാലും ഓക്കെയാണ്. മിണ്ടി തുടങ്ങിയപ്പോഴാണ് പറഞ്ഞ് കരഞ്ഞു തുടങ്ങിയത്. അതൊരു വെറുതെ കരച്ചിലേ ഉള്ളായിരുന്നു, ഓക്കെ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് ഓരോ സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് എളുപ്പമാണെന്ന്. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു 6 വയസ്സാകുമ്പോൾ ഇത് ഓക്കെയാണ്, ഓക്കെ അല്ല. പിന്നെ അവർ പറഞ്ഞു 8, 10, 14. പക്ഷെ എനിക്ക് ഓക്കെയാണ്, നമ്മളത് കൂടെ സഞ്ചരിക്കുകയാണല്ലോ. ഈ പറഞ്ഞ പോലെ പേരൻറ്റിങ് ഇസ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ യൂത്ത് മിനിസ്ട്രി. ഞാൻ തന്നെ പ്രസവിച്ച എൻ്റെ മോനെയാണ് വളർത്തുന്നത്. 2 കൊടുത്താലും കുഴപ്പമില്ല, പിന്നെ ആ സ്നേഹം തിരിച്ചു വരും. പക്ഷെ അച്ഛൻ പല അമ്മമാരുടെ പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന മക്കളെയാണ് അച്ഛൻ നോക്കുന്നത്. പേരൻറ്റിങ് പോലെ തന്നെ ഡിഫിക്കൽട്ടാണ്. മേ ബി സംടൈംസ് ഇറ്റ്സ് ഈവൻ മോർ ഡിഫിക്കൽട്ട്. പ്രത്യേകിച്ച് നമ്മളവരെക്കുറിച്ച് കെയർ ചെയ്യുമ്പോൾ. അവിടെ അച്ഛൻ്റെ സ്ട്രെങ്ത് എന്താണ്, അല്ലെങ്കിൽ അവിടെ ഈ ബിനോജ് അച്ഛൻ ഉണ്ടെന്നുള്ളതൊരു ധൈര്യമാണെന്ന് പറയുന്ന പോലെ അത് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് അതെങ്ങനെയാണ് ആ ഒരു ട്രാക്കിലൂടെ പോകുന്ന ആ ബാലൻസിങ് ഫാക്ടർ എന്താ? ഞാൻ അച്ഛനായ കാലം മുതൽ ചെറുപ്പക്കാരുടെ കൂടെ ഒരുപാട് യാത്ര നടന്നിട്ടുണ്ട്, അവരുടെ കൂടെ ആയിരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരങ്ങനെ ഒരു പ്രശ്നക്കാരല്ലെന്നുള്ളതാണ് ആദ്യത്തെ. ഫസ്റ്റ് നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റിലാണ് നമ്മൾ. ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി മുടി നീട്ടി വളർത്തിയാൽ കീറിയ പാൻസ് കിട്ടണമെന്നല്ല കഞ്ചന എന്ന് പറയും. അവിടെ തന്നെ തെറ്റി. മല്ലു പാരൻറ്റിങ്ങിലെയും മല്ലു ഒരു ക്രിസ്ത്യൻ കൾച്ചറിലെ ഒരു പക്ഷേ ഒരു തെറ്റായൊരു ആറ്റിറ്റ്യൂഡാണ് ഉപദേശിച്ച് നേരെയാക്കുക എന്നുള്ളത്. നെവർ വർക്ക്സ്. ഉപദേശിച്ചൊന്നും ഒരു പരിധി വിട്ടൊന്നും ആരെയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ സ്നേഹമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് സാധാരണ പറയില്ല, അതായത് ഇപ്പോൾ ഒരു പണിഷ്മെൻറ്റ് എല്ലാത്തിലും ഷോർട്ട് കട്ട്. ഒരാൾ നമുക്ക് ദേഷ്യം ഒച്ചയെടുക്കുന്നു, ഷോർട്ട് കട്ടാണ്. ഡിസിപ്ലിൻ, ക്ഷമ വേണം. എനിക്ക് കുറച്ചൊക്കെ ഒരു ടോളറൻസ് ഭയങ്കരമാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ക്ഷമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അറിയില്ല. അതായത് നമുക്ക് ഭയങ്കര ക്ഷമ വേണം. ഇവരുടെ കാര്യം ഇവർ പറയണത് അതുപോലെ ചെയ്യില്ലെന്ന് 100% ഉറപ്പുണ്ട്. പലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകും.
അപ്പോൾ എന്നോട് തന്നെ അച്ഛൻ പറയും, അഭിനവ് അച്ഛൻ ഇവരെന്താ ഇങ്ങനെ കാണിക്കണത്? ഇവരിങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് ഇവർ യൂത്ത് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കാർന്നുമാരെന്ന് വിളിച്ചാൽ മതിയില്ലേ. അവർ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്യില്ല. പിന്നെ ഒരു കാര്യം ഇതാണ്, നമ്മുടെ പ്രായത്തിൻ്റെ പക്വതയാണ് നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ രേണുവിൻ്റെ കൊച്ചിനോട് സംസാരിക്കുമ്പോൾ അറിയാതെ പോലും ഈ 14-കാരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഇതാണ്. നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യരുത്. അവിടെയാണ് നമുക്ക് ടെൻഷൻ കൂടുന്നത്. അവനെല്ലാം പെർഫെക്ഷൻ ഇല്ല, പാരൻറ്റിങ്ങിലും ഇല്ല, യൂത്ത് മിനിസ്റ്ററിലൊന്നും ഇല്ല. പക്ഷേ സ്നേഹിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒരു ട്രാക്ക് നമ്മൾ എടുക്കുകയാണ്. അവർക്ക് എന്ത് നമ്മളോട് പറയാനൊരു കോൺഫിഡൻസ്. ഇപ്പോൾ ഒരു 13 വയസ്സുള്ള കൊച്ചിനോട് ഒരു സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോളത് മമ്മിയോട് പറയാറുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറയാം, 13 വയസ്സുള്ള എൻ്റെ അത്രയും പോലും മെൻ്റൽ ഹെൽത്ത് 40 വയസ്സുള്ള മമ്മിക്കില്ല. പിന്നെ എങ്ങനെ പറയും? ഞാൻ എന്തെങ്കിലും പറയുമ്പോഴും മമ്മി ഒച്ചയെടുക്കും, ബഹളം കൊടുക്കും. നമ്മൾ ആരുടെ അടുത്ത് കൗൺസിലിങ്ങിന് പോണത്? നമ്മളെ അല്പം ലിസൺ ചെയ്യുന്ന, ജഡ്ജ്മെൻ്റ് അല്ലാതെ കേൾക്കുന്ന, നമ്മൾ ഗൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന, ഇത്തിരി സ്നേഹമൊക്കെയുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ഉള്ളു തുറന്ന് പറയുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത്രയും മതി. ജഡ്ജ്മെൻറ്റിലല്ലാതെ അവർ എന്ത് പറഞ്ഞാലും ഓക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നു. അവരെ ഉപദേശിക്കാതെ കുറച്ച് സ്നേഹിച്ച് മനസ്സിലാക്കാൻ നോക്കുന്നു മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അച്ഛനെ ഈ പറഞ്ഞതിലൊരു കാര്യം, 16 വയസ്സുള്ളൊരു കുട്ടി, നമ്മൾ ഈ പറയുന്ന വിശേഷങ്ങളെല്ലാം നമ്മൾ അടുത്തറിയുന്നവരുടെ ഉണ്ട്, വേറൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലൊരു കാര്യം അവൾ എൻ്റെ അടുത്ത് കുറേ സംസാരിച്ചപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, അപ്പൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അവൾ പറഞ്ഞു, രണ്ടുപേരിൽ ആരാ കൂടുതൽ ചാടുന്നതെന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞില്ല. ഇതിനോട് ചേർത്ത് ഞാൻ എൻ്റെ മോൻ്റെ ഒരു കാര്യം പറയാം. ഞങ്ങളൊരു ദിവസം ഒരു ഗെയിം കളിക്കുകയാണ്, 3 things I like about you. ഐ ലൈക്ക് അബൌട്ട് യു, ലവ് അബൌട്ട് യു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഐ ലവ് യു. അപ്പോൾ അവൻ ഐ നോ. ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ പല പല കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷം. ഞാൻ ചോദിച്ചു നിനക്ക് എന്നെ ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് അമ്മയെ ഇഷ്ടമുള്ള ഫസ്റ്റ് കാര്യം ഈസ് ദാറ്റ് ഐ ക്യാൻ ടെൽ യു എനിത്തിങ്. എനിക്ക് അമ്മയുടെ അടുത്ത് എന്ത് പറഞ്ഞാലും അമ്മ എന്നെ വഴക്ക് പറയില്ല, അമ്മ കേൾക്കും. സത്യത്തിൽ ഇവൻ എൻ്റെ അടുത്ത് വന്ന് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ തിളയ്ക്കുവാണ് എടോ. പക്ഷെ ഞാൻ പുറത്ത് ആണോ മോനെ. പക്ഷെ ഞാനത് വളരെ ചെറുതായിരുന്നു. അപ്പോൾ തൊട്ട് ഈ ടോളറൻസിൻ്റെ ഒരു പ്രത്യേകത. എൻ്റെ അമ്മ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുമായിരുന്നു. അപ്പം ഞാൻ വളരെ ഇവൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഞാൻ ഇവനോട് സംസാരിക്കും. അപ്പം ഇപ്പോഴും ഇവൻ്റെ സ്കൂളിൽ നിന്ന് വിളിച്ചാൽ അവൻ്റെ മിസ്സ് വിളിക്കുമ്പോൾ മിസ്സ് 2 കാര്യം പറഞ്ഞാൽ ഞാൻ അടുത്ത 2 ചോദിക്കും, മിസ്സ് ഇത് പറഞ്ഞില്ലല്ലോ. കാരണം എനിക്കറിയാം അവൻ ചെയ്യുന്നത് എന്താണെന്ന്. ഐ അണ്ടർസ്റ്റാൻഡ് ഈ കമ്മ്യൂണിക്കേഷൻ മക്കളുമായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പല നമ്മുടെ വീടുകളിലും ഇല്ലാത്തത് ഈ കമ്മ്യൂണിക്കേഷൻ. പക്ഷെ അതിൻ്റെ മൂല കാരണമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് അധികാരം എൻ്റേതാണെന്നുള്ളൊരു മനോഭാവമല്ലേ. അതായത് അപ്പനും അമ്മയ്ക്കും ഇവരെൻ്റെ മക്കളാണ്, എൻ്റെ മക്കൾ എൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ്, ഞാൻ പറയുന്നത് ഇവരനുസരിക്കണമെന്നുള്ളൊരു ചിന്തയല്ലേ. അച്ഛൻ ഒരുപാട് പിള്ളേരെയും ഫാമിലീസിനെയും കാണുന്നുണ്ട്. അച്ഛനത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഷുവർ. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ ഇടങ്ങളിലും ഇതുണ്ട്. നീ കൊച്ചല്ലേ, നീ ഇത് പറയും, നീ ആരാ അല്ലേ, ഞാനാണ് ഈ വീട്ടിലെ കാരണവരല്ലേ. ഇതെനിക്ക് തോന്നുന്നു എല്ലാ ഇടങ്ങളിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രമല്ല, പള്ളിയിലും കമ്മിറ്റിക്കാർക്കിടയിലും ക്ലാസ് റൂമിൽ ടീച്ചർമാർക്കിടയിലൊക്കെ ഈ ചിന്തയുണ്ടാവാം. പക്ഷേ അവർ ചെറിയവരല്ലെന്നുള്ളതാണ്. അവരെ കുറച്ചും കൂടി നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നോട് ഈ അടുത്തൊരു അച്ഛൻ പറഞ്ഞു, ഞാനിപ്പോൾ യൂറോപ്പിൽ പല സ്ഥലത്ത് മിനിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് അച്ഛൻ യൂത്ത് എന്നോട് പല കാര്യം പറഞ്ഞില്ല, ഇവരിങ്ങനെ പോയി ശരിയാവില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ് ഇങ്ങനെയാണ്, അച്ഛൻ യൂത്ത് മിനിസ്റ്ററിൽ നോ പ്രോട്ടോക്കോൾ. അച്ഛൻ കൂടെ നടക്കുമ്പോൾ കാര്യങ്ങൾ കേൾക്കും, അവർ വന്ന് പറഞ്ഞില്ലെങ്കിൽ ഡോണ്ട് വറി, അങ്ങനെയാണ് ആ സിസ്റ്റം. അവിടെ പ്രോട്ടോക്കോളില്ല, നമ്മൾ അവരുടെ ഒപ്പമാണെന്ന് അറിയുമ്പോഴാണ് വർക്കാവുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു രേണു പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അതായത് നമ്മളാരും വലുതാകാൻ നോക്കരുത്. നമ്മൾ ഒരു അധികാരം എന്ന് പറയുന്ന സാധനം, ഡോമിനേഷൻ, അത് വർക്കാവില്ല. അവരുടെ കൂടെ നടക്കുമ്പോൾ, കൂടെ ഇരിക്കുമ്പോൾ അവരെന്തും പറയും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റെസ്പെക്റ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് ഇപ്പം എൻ്റെ കസിൻ ചേച്ചിയുടെ മോള്, അവൾ 5 വയസ്സോ മറ്റുള്ള സമയം, എനിക്ക് കൃത്യമായി ഏജ് ഓർമ്മയില്ല, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ചേച്ചി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ വെള്ളം എടുക്കാൻ മറന്നുപോയി. ഇവളോട് എടുത്തുകൊണ്ട് വരാമോ ചോദിച്ചപ്പം, മിയ ക്യാൻ ഐ പ്ലീസ് ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്താണ് ചെറിയ കൊച്ചിൻ്റെ അടുത്ത് പ്ലീസോ. അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞപ്പം അവൾ കൊടുത്തു. ഉടനെ ചേച്ചി പറഞ്ഞു താങ്ക് യു മിയ. പക്ഷേ ആ ഒരു അതെനിക്കൊരു ഭയങ്കര തിരിച്ചറിവായിരുന്നു. ചേച്ചി അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുത്തു. ചേച്ചി താങ്ക് യു പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നോ മെൻഷൻ പ്ലീസ്, എല്ലാം കഴിഞ്ഞു. ഇപ്പോഴും ആ കുട്ടി, ഈ റെസ്പെക്റ്റ് അവർ തമ്മിലുണ്ട്. ചേച്ചി സംസാരിക്കുന്നത് ഇസ് വിത്ത് റെസ്പെക്റ്റ്, അവൾ തിരികെയും ഈ ഒരു ബഹുമാനത്തിലാണ് സംസാരിക്കുന്നത്. അച്ഛാ ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റും, അങ്ങനെ ആവണമെന്ന് പറയാൻ എല്ലാം പറ്റും. പക്ഷേ നമ്മുടെ ക്രിസ്തീയ പല കുടുംബങ്ങളിലും
എനിക്കതേ പറയാൻ പറ്റുള്ളൂ, കാരണം ഞാൻ കണ്ട കുടുംബങ്ങളെ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഈ പറയുന്ന റെസ്പെക്റ്റ് ഇല്ലായ്മ ഒരു വലിയ ഫാക്ടർ അല്ലേ? അതായത് മക്കളോടൊരു ബഹുമാനം, അത് ഏത് പ്രായമാണെങ്കിലും ഒരു ഹ്യൂമൻ ബീയിങ്, ആ ഒരു ബഹുമാനക്കുറവ്. ഒരു പക്ഷേ ഇത് കോൺട്രവേഴ്ഷ്യൽ അത് പറയുമ്പോൾ, ഞാൻ അപ്പനാണ് ഞാൻ അമ്മയാണ്, പക്ഷെ അച്ഛന് തോന്നുന്നില്ല അച്ഛൻ്റെ അടുത്ത് വന്ന് പിള്ളേരെ വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്നത് എങ്ങോട്ട് കിട്ടൂ? തീർച്ചയായിട്ടും അതെ. പിന്നെ മറ്റൊരു വശം, ഇപ്പോൾ രേണു പറഞ്ഞ കറക്റ്റാണ്, ഈ ഒരു റെസ്പെക്റ്റിൻ്റെ ഒരു കുറവ് അവർക്കും ഈ റെസ്പെക്റ്റ് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ, ശരിയാണ്, വളരെ ശരിയാണ്. ഇപ്പം ഞാൻ ഈ അടുത്ത ഒരു യൂത്ത് പ്രോഗ്രാം ഇങ്ങനെ പിള്ളേർ എന്ന് പറയണതെല്ലാം പാരൻസിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഇതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു എന്താണ് ഇപ്പോൾ ഇവരോട് പറയുക. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതാണ്, ഇതിനും അതർ സൈഡ് ഇവരും കുറേയും ചിന്നിയ പൊട്ടിയ പാത്രങ്ങളാണ്. ഇവരൊന്നും ഒരു പാരൻറ്റിങ്ങിൻ്റെ ക്ലാസ്സൊന്നും കൂട്ടിയിട്ടില്ല, 3 ദിവസത്തെ പ്രീ മാരേജ് കോഴ്സ് കൂട്ടിയിട്ടുണ്ടോയെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് അറിയില്ല. കുറേ കഷ്ടപ്പെടാൻ അറിയാം. നമ്മുടെ പാരൻസ് പറയുന്ന വാക്കാണ്, ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു, പിള്ളേർ ആര് പറഞ്ഞു കഷ്ടപ്പെടാൻ? ചോദിച്ചു തുടങ്ങിയ തിരിച്ച്. അപ്പോൾ കഷ്ടപ്പാട് മാത്രമല്ല പാരൻറ്റിങ്, അത് നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിലുള്ളത് കഷ്ടപ്പെടുക. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു, ഞാൻ നിനക്ക് വേണ്ടി അത് മേടിച്ച്, അത് മാത്രമാണ് പാരൻറ്റിങ് എന്ന് കണ്ടിട്ടുള്ളത് നമ്മൾ. കാരണം നമ്മുടെ ഫാമിലി സിറ്റുവേഷനിൽ ജീവിക്കാനുള്ള സ്ട്രഗിളായിരുന്നു, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അവർ അധ്വാനിച്ചു. ഇതിനിടയിൽ മറ്റു വാല്യൂസൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ അത് ഓരോ ജനറേഷൻ കഴിയുമ്പോൾ ബെറ്ററായി വരുന്നു. യു ക്യാൻ ബ്രേക്ക് ദി സർക്കിൾ. അത് എൻ്റെ അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മയുടെ അമ്മ നല്ല ദേഷ്യക്കാരിയായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് ഇതുവരെ അമ്മയുടെ ദേഷ്യത്തിന് എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല. എനിക്ക് ഉറപ്പിച്ച് പറയാതെ, തല്ലിയിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിപ്പിൻ്റെയാണ്, വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിപ്പിൻ്റെയാണ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ അടിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട്, ഒത്തിരി പേര് ഞാൻ വായിച്ചിട്ടുണ്ട്, എന്നെ ദേഷ്യം വരുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും അടിക്കുമായിരുന്നു. എൻ്റെ അമ്മ എന്നെ അടിച്ചിട്ടില്ല. ദേഷ്യം കൊണ്ടുള്ളൊരു അടിയോ വഴക്കോ എൻ്റെ ജീവിതത്തിൽ കിട്ടില്ല. സോ ഷീ ബ്രോക്ക് ദി സർക്കിൾ. ഞാൻ എൻ്റെ മോനെ അതുകൊണ്ട് ഞാനിതാ കണ്ടേ. അപ്പോൾ എൻ്റെ മോനെ ഞാൻ എൻ്റെ ദേഷ്യത്തിനല്ല, അതുപോലെ ഞാൻ വഴക്കു അടി എൻ്റെ വഴി അതല്ല, ഞാൻ കുറച്ചുകൂടി ഇമോഷണലി മാനിപ്പുലേറ്റീവ് വഴികളിലൂടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ളതാണ്. പക്ഷെ അത് ആ സർക്കിൾ അവിടെ ബ്രേക്ക് ചെയ്ത് വന്നുകൊണ്ടാണ് അത് ചെയ്യണം അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയത്. പക്ഷേ ഇത് പറഞ്ഞു കഴിയുമ്പോൾ പലപ്പോഴും കോൺഫ്ലിക്റ്റിലേക്കാണ് നമ്മുടെ വീടുകളിൽ എത്തുന്നത്. ഇത് അംഗീകരിക്കാൻ അപ്പനും അമ്മയും തയ്യാറല്ല, മക്കൾ തയ്യാറല്ല. അതിൽ നിന്നാണോ ഒരു പക്ഷേ ഒരുമിച്ചുള്ള ജീവിതങ്ങളും താമസങ്ങളും മാറുന്നതും, ഒരു പ്രായമായി കഴിയുമ്പോൾ എൻ്റെ മക്കൾ വിളിക്കാറില്ല, എൻ്റെ മക്കൾ സംസാരിക്കാറില്ല എന്നതിലേക്ക് എത്തുന്നതും എന്ന് ഞാൻ ചിലപ്പോൾ ചോദിച്ചു പോകാറുണ്ട്. ഉണ്ടോ അച്ഛൻ, അങ്ങനെ തോന്നാറുണ്ടോ? എനിക്ക് ഒറ്റയ്ക്കാകുന്ന പല മാതാപിതാക്കളും പറയുന്ന കംപ്ലയിൻറ്റ്, അവർ വരുന്നില്ല, അവരെൻ്റെ കൂടെ നിൽക്കുന്നില്ല, അവരെന്നെ സ്നേഹിക്കുന്നില്ല. പക്ഷെ ഇത് അങ്ങോട്ട് ഷുവർ, ഇത് രേണു പറയുന്നതിലൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. അതായത് അതിൽ ഒരു സൈഡ് ഇതാണ്, ഒരു സൈഡ് ഈ പറഞ്ഞ പാരൻസുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ എവിടെ കട്ടായി പോകുന്നു. എന്നോട് ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ ചോദിച്ച പോലെയാണ്, അച്ഛൻ ഒരു ദിവസം എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം? അപ്പം ഞാൻ ചോദിച്ചു, നീ എത്ര പ്രാവശ്യം പപ്പയും അമ്മയും വിളിക്കും? പുറത്തുള്ള പയ്യനാണ്. അപ്പം പറഞ്ഞിട്ടുണ്ട്, രാവിലെ വിളിക്കണം, വൈകിട്ട് വിളിക്കണമെന്ന്, കൃത്യം വിളിക്കും. ചിലർക്ക് പ്രാർത്ഥന അതാണ്, കാലത്തും പ്രാർത്ഥിക്കണം, വൈകിട്ടും, അത് നിയമമാണ്. വേറെ കൊച്ചിനോട് ചോദിച്ചു, നീയോ? എനിക്ക് ഫോൺ കിട്ടി ഉടനെ വിളിക്കേണ്ടത് മമ്മിയാണ്, എപ്പോൾ സമയം കിട്ടിയാലും മമ്മി വിളിക്കും. സത്യത്തിൽ അത് എനിക്ക് തോന്നുന്നു, നമ്മൾ ഈ യൂത്തിൻ്റെ പ്രോഗ്രാം നടത്തുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ഇവരെ മാത്രം ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഇവർ പോകുന്ന വീട്, ഞാൻ ഈ അടുത്ത് നടത്തുന്ന പല റിട്രീറ്റിലൊക്കെ ഫൈനൽ ഡേ ചുമ്മാ ഓൺലൈനിലെങ്കിലും പാരൻസിനെ വരുത്താൻ നോക്കുന്നുണ്ട്. കാരണം കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു അത് അവരുടെ കുറ്റത്തേക്കാൾ അവർക്കത് അറിയാത്തതോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഓപ്പൺനെസ് ഇല്ലാത്തതോ ഇങ്ങനെയൊന്നും കേൾക്കാൻ എനിക്കറിയില്ല. ഒത്തിരി ബെറ്റർ ആക്കാവുന്ന ഒരു ഇടമാണ് വീട്, ഒത്തിരി സൂപ്പറാക്കാവുന്നതാണ്. ചെറിയ മാറ്റങ്ങൾ. ഒരു സംഭവം ഞാൻ പറയാം. അതായത് ഞാൻ ഒരു സ്ഥലത്ത് ഒരു ടോക്കിന് ഞാൻ പറഞ്ഞത് ഇതാണ്, നിങ്ങൾ കുട്ടികളെ പെട്ടെന്ന് ഒച്ച വയ്ക്കരുത്. അതായത് പിള്ളേർക്ക് ഒട്ടും ഇഷ്ടം നമ്മൾ ബഹളം വയ്ക്കുന്നതാണ്. ഒച്ച ഇങ്ങനെ ഉടനെയാണ് നമ്മുടെ ഇമോഷൻസ് മുഴുവൻ പ്രകടിപ്പിക്കാനുള്ള വേദിയാണ് കുട്ടികൾ പലപ്പോഴും. എല്ലാ ഫ്രസ്ട്രേഷനും. ഈ ലോകത്തിലെ ഏറ്റവും മോശമായ സീൻ നോക്കിക്കേ, 10 വയസ്സുകാരൻ്റെ മുമ്പിൽ 35കാർ വടിവാളെടുത്ത് നിൽക്കുന്നു. എന്ത് മോശം ശത്രുവാണത്. 40 വയസ്സുള്ള ചേട്ടൻ ഒച്ചയുണ്ടാക്കുന്നത് ആരോടാ? 8 വയസ്സുകാരനോട്. എന്ത് മോശം എതിരാളിയാണ്, എന്തൊരു നമുക്ക് പറ്റിയ എതിരാളി അല്ലേ? സോ എനിക്ക് തോന്നുന്നത്, അപ്പം ഞാനിതൊരു സ്ഥലത്ത് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഞാനിത് പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. 2 ആഴ്ച എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നു. അത് 7 മിനിറ്റ് വോയിസ് മെസ്സേജ് ആയിരുന്നു. ഞാൻ 2x2 കേട്ടു.
അപ്പോൾ അതിനകത്ത് ഈ മഞ്ജു എന്ന അവൾ പറഞ്ഞിരിക്കുകയാണ്, അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഞാനിപ്പോൾ വഴക്ക് പറയില്ല, ഡിസിപ്ലിൻ, പണിഷ്മെൻറ്റും ഒച്ചയെടുക്കലും മാറ്റിയിട്ട് ഡിസിപ്ലിൻ, ശാന്തമായിട്ട് കുഞ്ഞെ നീ ഇങ്ങനെ ചെയ്യണം കേട്ടോ, ഇങ്ങനെയാണത് ചെയ്യേണ്ടത്, ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. അച്ഛൻ താങ്ക് യു സോ മച്ച്. ചെറിയൊരു കാര്യം ചെയ്തപ്പോൾ വർക്കായി.